നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ എത്തിയിട്ടും പുറത്തുള്ള വിവാദങ്ങളൊന്നും ഒഴിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മുടെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബിഷപ്പ് വീണ്ടും കേസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പോവാണ്. രേണു സുധിയെ കുറിച്ച് ബിഷപ്പിന് എന്താണ് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. സ്ഥലം നൽകിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് രേണു സുധി ഇങ്ങനെയുള്ള ഒരു പരാമർശം ഉന്നയിച്ചത്. രേണു സുധി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേരള സമൂഹം മനസ്സിലാക്കേണ്ടതായിട്ട് ഒത്തിരി ഉണ്ട് കാര്യങ്ങൾ. എനിക്ക് എന്ത് വിമർശനങ്ങൾ നേരിട്ടാലും ഞാൻ തുറന്നു പറയും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആര് ലോകത്തിൽ ഒരു ചെറിയ നന്മ ചെയ്താലും നാം അവരെ വേദനിപ്പിക്കണം. ആരെയും നമുക്കൊരു നന്മ, നമുക്ക് നന്മ ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഗിഫ്റ്റ് ആയിക്കൊള്ളട്ടെ, മറ്റെന്തെങ്കിലും വില കുറഞ്ഞതോ വില കൂടിയതായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരാൾ ദാനമായി നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തികളെയോ ആ കുടുംബത്തെയോ ആ സംഘടനയോ നമ്മൾ ഒരിക്കലും വേദനിപ്പിക്കരുതെന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഈ പ്രിയപ്പെട്ട ഈ തങ്കച്ചനും കുടുംബവും രേണു സുധി എന്ന് പറയുന്ന ഈ സ്ത്രീയും കൂടെ ചേർന്ന് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്നു നിന്നുകൊണ്ട് ആദരണീയരായി ജീവിക്കുന്ന നിരവധി പേര്, ഇതിന്റെ പിൻപിൽ ആരൊക്കെ നിന്നോ അവരെ മുഴുവനും ശക്തമായ ഭാഷയിൽ അവർ എന്തൊക്കെ പറഞ്ഞു കേരളത്തിലെ സോഷ്യൽ മീഡിയ നോക്കുന്ന കേരള ജനത കണ്ടുകൊണ്ടിരിക്കുക. ഈ രേണു സുധി എന്ന് പറയുന്ന സ്ത്രീ നിമിത്തം ഞാനും എൻ്റെ മാതാവും എൻ്റെ സഹോദരിയൊക്കെ കുറെ സമയം കരയേണ്ട അനുഭവങ്ങൾ ഞങ്ങൾക്ക് വന്നു. എന്നെ കൊല ചെയ്യുവാൻ വേണ്ടി ഇവിടെ 2-3 പ്രാവശ്യം വണ്ടിയിൽ ഇവിടെ ആള് വന്നു, രാത്രിയും പകലുമായിട്ട്. അസമയത്ത് ഇവിടെ പരിചയമില്ലാത്തൊരു വാഹനം വന്ന് കറങ്ങിയ ശേഷം എന്റെ വാതിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞു. ഇവര് ബിഗ് ബോസിൽ പോയതിനു ശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. എന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം രേണു സുധിയും തങ്കച്ചനുമാണ്. ഞാൻ അവർക്ക് എഗനസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഞാൻ അവർക്ക് ആകെപ്പാടെ ചെയ്ത ഒരു നന്മ എന്ന് പറഞ്ഞാൽ അവരുടെ തലമുറകളെ സഹായിച്ചു എന്നൊരു നന്മ മാത്രമേ ഞാൻ കേട്ടല്ലോ. രേണു സുധിയുടെ വീട്ടില് രേണു സുധിയൊക്കെ നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടുടമസ്ഥൻ വന്ന് വാടക കുടിശ്ശിക 13,000 രൂപയെന്നാണ് പറയുന്നത്. ആ പൈസ തിരിച്ചു ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കേണ്ട, ഒരുപാട് മോശപ്പെട്ട വാക്കുകൾ പറയുകയും അതുപോലെ തന്നെ എന്നോട് ചോദിക്കേണ്ട, ഇന്ന പള്ളിയിൽ ഇത്രാമത് സെല്ലിൽ കിടക്കുന്ന സുധിയോട് പോയി ചോദിക്കാനാണ് രേണു സുധി പറയുന്നത്. ഈ പറയുന്ന പള്ളിയോ പള്ളിയിലെ ബിഷപ്പോ ഉപ്പ് നിലവിലില്ല, പള്ളി പൂട്ടി, ബിഷപ്പ് ജയിലിലാണ് കിടക്കുന്നത്. അത്രമാത്രം മോശമായിട്ടാണ് രേണു സുധി സംസാരിച്ചിട്ടുള്ളത് എന്നാണ് ബിഷപ്പ് പറയുന്നുണ്ടോ. തീർച്ചയായിട്ടും ഇത് ചെറിയ കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ എന്നെ ഈ ബുദ്ധിമുട്ടിക്കുന്നത്? ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഇവര് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന പൊങ്ങന്താനം എന്ന സ്ഥലത്തൊരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. അതിന്റെ വാടകയുടെ ഉടമസ്ഥൻ 2 പ്രാവശ്യം ഇവരുടെ വീട്ടിൽ ചെന്നിരുന്നു. മനുഷ്യൻ കേൾക്കാൻ കൊള്ളാത്ത ഭാഷയായി ഈ രേണു സുധി വിളിച്ചത്. അവർക്ക് ലഭിക്കാനുള്ള ബാക്കി വാടക തുകയ്ക്ക് വേണ്ടി അദ്ദേഹം വന്നത് 13,000 രൂപ കൊടുക്കാനുണ്ടെന്നാണ് പറയുന്നത്. ആ പൈസ കൊടുത്തിട്ടുമില്ല. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, നൽകത്തില്ല, പൊയ്ക്കോളാനാണ്. ഇനി അഥവാ പൈസ വേണമെങ്കിൽ ആ രേണു സുധി അവിടെ നിന്ന് പറയുകയാണ്, അതുകൊണ്ട് അവിടെ സെമിത്തേരിയിൽ ഇന്ന സെല്ലിനകത്ത് സുധി അവിടെ കിടപ്പുണ്ട്, പോയി മേടിച്ചോളാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ പരാമർശങ്ങൾ നടക്കുന്നുണ്ട്. ആ പള്ളി പൂട്ടുകയും ചെയ്തു. ആ ബിഷപ്പ് എന്ന് പറഞ്ഞ് സന്തോഷ് പി ചാക്കോ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ്. ഈ തങ്കച്ചനും ആ ബിഷപ്പും കൂടെ ചേർന്ന്, ഈ തങ്കച്ചൻ ആ ബിഷപ്പിന്റെ കൈക്കാരനായി. ആ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ജനങ്ങളെ കബളിപ്പിച്ച് ജോലി വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ഒരുപാട് യുവാക്കന്മാർ പണം കൈപ്പറ്റി ചിങ്ങവനം പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്ത് പൊൻകുന്നം ജയിലിൽ അയാളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുകയാണ്. തന്നെയാണ് തീരുമാനം. ഈ തങ്കച്ചന്റെയും ഈ രേണു സുധിയുടെയും പേരിൽ കോടതി കയറുകയാണ്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട കോടതിയെ അതിനു വേണ്ടിയിട്ട് സമർപ്പിക്കുകയും കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും. സത്യം പറഞ്ഞാൽ കപടതയുടെ ഒരു മുഖം തന്നെയാണ് രേണു സുധിക്ക്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സത്യം പറഞ്ഞാൽ ദാനം കിട്ടിയ ഒരു കാര്യത്തിനെ ഇത്രമാത്രം മോശമായിട്ട് പറഞ്ഞ വേറൊരു വ്യക്തി വരെ കാണില്ല. തങ്ങളെ ഇത്രമാത്രം സഹായിച്ച വ്യക്തികളെ, 1 രൂപയ്ക്കെങ്കിലും സഹായം കിട്ടിയവര് സത്യം പറഞ്ഞാൽ എത്ര മോശമായാൽ പോലും നമ്മൾ ആ സഹായിച്ചവരെ ഇങ്ങനെ ഉപദ്രവിക്കുമോ? ഇതങ്ങനല്ല. ആ ചെയ്ത വ്യക്തികളെ ഇനി മറ്റൊരു വ്യക്തിക്ക് ആ ഒരു സഹായം ചെയ്യാൻ പോലും തുനിയാത്തൊക്കെ വണ്ണമാണ് ഇവർ ചെയ്തു വെക്കുന്നത്. വളരെ മോശകരമായ രീതിയിലാണ്, മോശമായ പ്രവൃത്തിയാണ് ഈ രേണു സുധി ആയാലും അച്ഛനായാലും ചെയ്യുന്നത്. നമ്മുടെ രേണു സുധി ബിഗ് ബോസിൽ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ എൻ്റെ ഹീറോ ആണ്, എൻ്റെ അച്ഛൻ എനിക്ക് ഇതാണ് മറ്റേതാണ്, എൻ്റെ കുഞ്ഞുങ്ങളുടെ നല്ലൊരു അപ്പച്ചനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറയുന്നത്. ഈ അച്ഛൻ ഈ മോൾക്ക് നല്ലൊരു ഉപദേശം കൊടുക്കാൻ എന്താ, മോളെ നമുക്ക് ദാനം കിട്ടിയ വസ്തുവാണ് അല്ലെങ്കിൽ വീടാണ്, ഇതിനിങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമുക്ക്
നമുക്ക് ദൈവത്തെ പോലെയാണ്. 1 രൂപയെങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളത് വളരെ സഹായം വളരെ സന്തോഷത്തോട് സ്വീകരിക്കണം. അങ്ങനെ ഇല്ലെങ്കിലും കുറ്റം പറയാൻ പാടില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്ത്. എൻ്റെ അച്ഛൻ പണ്ട് അത് കഴിക്കാൻ കൊണ്ടുവരാൻ ഇത് എല്ലാ വീട്ടിലെ അച്ഛന്മാരും മക്കൾക്ക് ആഹാരം കഴിക്കാൻ കൊണ്ട് കൊടുക്കും. ഇത്ര കഷ്ടപ്പെട്ടിട്ടായാലും കൂലിവേല ചെയ്താലും അവരുടെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ കഷ്ടപ്പെടുന്നത് തന്നെ. എൻ്റെ അച്ഛൻ ഹീറോ ആണ്, സത്യമാണ്. അവരവരുടെ അച്ഛന്മാരെ അവരവർക്ക് ഹീറോ തന്നെയാണ്. ഇത്ര പാതോരാതെ പറയുന്ന ഈ തങ്കച്ചൻ എന്ന് പറഞ്ഞ ആള് നമ്മളെ ഈ ഒരു പള്ളിയെ കുറിച്ച് പറഞ്ഞല്ലോ, പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നുണ്ടല്ലോ അയാൾ. അയാളുടെ കാര്യക്കാരനായിരുന്നു, കയ്യാളായിരുന്നു. അപ്പം ഒന്ന് ആലോചിക്കണം ഇവർ രണ്ടുപേരുടെ ആ ഒരു ക്യാരക്ടർ. ഈ ബിഷപ്പ് സത്യം പറഞ്ഞാൽ ഇവർ രണ്ടിനെയും കൂടെ തെറ്റിദ്ധരിച്ച ആളുകൾ കമന്റ് ഇടുന്നുണ്ട് കേട്ടോ. ഈ ബിഷപ്പാണ് ഈ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നതെന്നും തെറ്റുകാരനെന്നും കാശ് പറ്റിച്ചവനെന്നും പറഞ്ഞിട്ട് നാട്ടുകാർ കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ ബിഷപ്പല്ല, അത് നമ്മുടെ രേണുസുതിയെ അടക്കം ചെയ്ത പള്ളിയിലെ ഡ്യൂപ്ലിക്കേറ്റ് ബിഷപ്പായിരുന്നു കേട്ടോ. ഈ ഒറിജിനൽ ബിഷപ്പല്ല. ഇദ്ദേഹം ഒരു നല്ല വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. ഈ ഒരു വസ്തു കൊടുത്തത് താനാണെന്ന് പോലും ആരെയും അറിയിക്കാതെ സ്വന്തമായിട്ട് ഒതുങ്ങിക്കൂടി സ്വന്തമായി മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നുണ്ട് താനും തൻ്റെ മാതാവും തൻ്റെ സഹോദരങ്ങളും ഇപ്പോൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് രേണുസുതിയെക്കുറിച്ച്. രേണുസുതിക്ക് ഈ വസ്തു കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് ദുഃഖിക്കുന്നു, എല്ലാ ദിവസവും കരയാനുള്ള അവസരം ഉണ്ടാക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉപകാരം ചെയ്തതിന് അവർക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് ഭയങ്കര വിഷമങ്ങൾ മാത്രമാണ്. രേണു ഇനിയെങ്കിൽ രേണു എന്ത് ചെയ്ത എല്ലാ പ്രശ്നങ്ങളും കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഞാനൊന്നും ചെയ്തില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ എവിടെയെങ്കിലും പോയെങ്കിരിക്കും. എന്നിട്ട് ഞാൻ വല്ലതും ചെയ്തോ, ഞാനാണോ ചെയ്തത്? അത് അവതാരകൻ ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞു. അവതാരകൻ അവിടെ വന്നപ്പോൾ വായി വെള്ളം വീണ് അത് ഇത് മാങ്ങ തേങ്ങ ഓരോന്നിനും ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രേണുവിനെ കുറിച്ച് ഒരുപാട് പരാമർശങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മുടെ ബിഗ് ബോസിൽ തന്നെ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് ഞാനൊരു ഹോസ്റ്റലിൽ പോലും നിന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസിൽ രേണുസുതി പറയുന്നുണ്ട് ഞാൻ 1.5 വർഷം എങ്ങാണ്ട് നേഴ്സിംഗ് പഠിക്കാനായിട്ട് പോയി നിന്നു. അവിടെ വർഷത്തിൽ 1 ദിവസമേ ഉള്ളൂ ലീവ്. അവിടെ ഒരുപാട് പാടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാനത് കംപ്ലീറ്റ് ചെയ്തില്ല, ഞാൻ തിരികെ വന്നു. കള്ളത്തരങ്ങൾ പറയുമ്പോൾ ഒരു ബോധ്യം വേണം. ഞാൻ ഇന്ന ആളുടെ അടുത്ത് ഇന്ന കള്ളത്തരം പറഞ്ഞിട്ടുണ്ട്, ഇനി അടുത്തടുത്ത് പറയാം അത് പൊളി എന്നൊരു ചിന്ത പോലും ഇല്ലാതാണ് രേണു കള്ളം പറയുന്നത്. അതാണ് രേണുവിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. ഇനിയെങ്കിലും ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു ഷോയിൽ എത്തിപ്പെടാൻ വേണ്ടി രേണു കളിച്ച കളികൾ ഭയങ്കര അപാരമാണ്. ഇപ്പോൾ വീണ്ടും രേണു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നലെ ഞാൻ രേണുവിനെ സപ്പോർട്ട് ചെയ്താണ് വീഡിയോ ഇട്ടത്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കരയുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്തിട്ടാണ്. നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യേണ്ട രംഗങ്ങളിൽ സപ്പോർട്ട് ചെയ്യും, വിമർശിക്കേണ്ടടുത്ത് വിമർശിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ അഭിപ്രായമാണ് പറയുന്നത്, മറ്റുള്ളവർക്ക് അത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. രേണുസുതി എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത ഒരു കാര്യത്തിനും വില കൊടുക്കാത്ത ഒരു സ്ത്രീയാണ്. കാര്യം ഒന്നിനും ഒരു നന്ദി എന്ന് പറയുന്ന ആ കുട്ടിക്കില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പം കിട്ടുന്നത് സ്വീകരിക്കും, നാളെ അവരോടൊരു നന്ദിയോ കൂറോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും രേണുവില്ല. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ പോലും ഇത്ര ഒരു ഉയർന്നു നിൽക്കുന്ന ഒരു ബിഷപ്പിനെ പോലും ഇത്ര മോശമായ രീതിയിൽ ആ വീഡിയോയിലൂടെ പരാമർശിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നില്ല, ബിഷപ്പ് പറയുന്നുണ്ട് ബിഷപ്പിന് ഇങ്ങനെ വീടുകളിൽ പോകാൻ സാധിക്കില്ല, അച്ഛന്മാർക്കാണെങ്കിൽ പോകാം, ബിഷപ്പിന് അങ്ങനെ പോകാൻ സാധിക്കില്ല, വെഞ്ചരിപ്പ് മാത്രം ഉണ്ടെങ്കിലേ പോകാൻ സാധിക്കുള്ളൂ. അവരെ വീടിൻ്റെ വഴി കൂടെ തങ്കച്ചൻ ചേട്ടൻ പോയപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ തെറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പരാതി കൊടുക്കുക, വീട് പണിഞ്ഞവരെ വിളിച്ച് കാര്യങ്ങൾ പറയാം. വെച്ചാൽ ഇതുവരെയായിട്ട് ബിഷപ്പ് പോയി കണ്ട് ഇട്ടില്ല. അല്ലാതെ നമ്മുടെ സുധിയുടെ ചടങ്ങിൻ്റെ അന്ന് പോയി വെഞ്ചരിപ്പ് നടത്തിയെന്ന് പറയുന്നുണ്ട്. അല്ലാതെ അവിടെ പോയി കണ്ടൊന്നുമല്ല. ഇവർ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് ഇങ്ങനൊരു കാര്യം പറഞ്ഞു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. എന്തായാലും ഇവരെ പോലെ ഒട്ടും നന്ദിയില്ലാത്ത ഒരു വർഗം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വാങ്ങിയ ഒരു രൂപയുടെ എങ്കിലും സഹായത്തിനെങ്കിലും ഒരു നന്ദി കാണിച്ചില്ലെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. എന്തായാലും പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നമുക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.